ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൊന്നു ഋതുമതി ആയതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എണീറ്റ് റെഡിയായി. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഡെക്കറേഷൻ. വലിയ രീതിക്കൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനാണ്. രാവിലെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നുവിൻ്റെ അമ്മ വീഡിയോ കോളിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെഷനാണ്. കുട്ടിയെക്കാളും ഞങ്ങളാണ് കൂടുതൽ ഫോട്ടോ എടുത്തത്. പിന്നെ നമുക്ക് ഋതുമതി ആകുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഓരോ മെമ്പേഴ്സായിട്ട് വന്നിട്ട് ഓരോ ചടങ്ങുകൾ ചെയ്യുകയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പൊന്നുവിനെ ഒന്ന് ഒരുക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അത്യാവശ്യം നല്ല രീതിക്ക് പൊന്നുവിന് സുന്ദരിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈലും അവൾ തന്നെയാണ് ഇതെല്ലാം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇതായിരുന്നു പൊന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചടങ്ങുകളിലോട്ടാണ് പോകുന്നത്. പൊന്നുവിൻ്റെ അമ്മ ചിന്നു ഇല്ലാത്ത വലിയൊരു കുറവ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ചിന്നുവിന് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ലണ്ടനിലാണ്, അപ്പം വരാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ത്രൂ ഔട്ട് വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫോട്ടോ സെക്ഷനും പിന്നെ കുട്ടിക്ക് ഗിഫ്റ്റ് കൈമാറുന്ന കുറേ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, വിട്ടുപോയതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.